ഇന്ന് നമ്മൾ ഒരു മസാല ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള ഒരു ടൊമാറ്റോ സോസി ചിക്കനുമാണ് റെഡിയാക്കുന്നത്. വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തത അത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ രണ്ട് റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു മസാല ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് എല്ലില്ലാത്ത ഒരു 100 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി കുറച്ചൊരു നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ സോയ സോസ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് ചിക്കൻ മൊത്തത്തിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലില്ലാത്ത പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി റെഡിയായി കിട്ടിക്കോളും. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. സോയ സോസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയി റെഡിയാവുന്ന സമയത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവോള വളരെ ചെറുതായിട്ട് മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ബീൻസ് ചെറുതായി മുറിച്ചതും, 1/4 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ക്യാബേജും കുറച്ച് ചെറുതായി മുറിച്ചതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ചെറിയ തീയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, പച്ചക്കറിയൊക്കെ മൊത്തത്തിൽ കളർ മാറിപ്പോവും. ഇങ്ങനെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചക്കറികളൊക്കെ ചേർത്ത് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് ഈ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. അതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ ഫ്രൈഡ് റൈസിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കലില്ല. ഇത് മസാല ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ വേണ്ട, 1/2 ടീസ്പൂൺ തന്നെ മതിയാകും. 1/2 ടീസ്പൂൺ ഗരം മസാല. മസാലപ്പൊടികൾ ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഗ്രീൻ ചില്ലി സോസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 3/4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, എരിവ് നോക്കിയിട്ട് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മതി. ഇത് സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോയ സോസ് ഈ സമയത്ത് ചേർക്കുന്നില്ല, ചോറിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് സോയ സോസ് ചേർക്കുന്നത്. മൊത്തത്തിലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സമയത്ത് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ 1/2 കപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെന്തൊടയേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർക്കണം. ഒരു 1.5 കപ്പ് ബസ്മതി റൈസ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിക്കുന്നതിന് മുൻപുള്ള അരിയുടെ അളവാണ് കേട്ടോ 1.5 കപ്പ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരിത്തിരി ഓയിലും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തൊടയരുത് ചോറ്, ഇതുപോലെ ഉണ്ടായിരിക്കണം, വെന്തൊടയാത്ത രീതിയിലുള്ള ചോറായിരിക്കണം. അപ്പോൾ ആ ചോറ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചോറ് മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ചെറുതായിട്ട് കൈ കൊണ്ട് മുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, വേണമെന്നുള്ളവർക്ക് ഒരു മുട്ട ഇതുപോലെ ആക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇത്തിരി ചിക്കൻ ചുവന്ന കളറിൽ ഫ്രൈ ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധമില്ല, ഞാനിപ്പോൾ കയ്യിലുള്ളത് കൊണ്ട് എടുക്കുകയാണ്. കാരണം ഞാൻ ഫ്രൈഡ് റൈസിന് സൈഡായിട്ട് കുറച്ച് ടൊമാറ്റോ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഫ്രൈ ചെയ്തപ്പോൾ ഒരു ഇത്തിരി 2 പീസ് ചിക്കൻ ഇതുപോലെ പിച്ചി ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് നമ്മുടെ സാധാ കുരുമുളക് പൊടി ആ മസാല ആക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി.
ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം സ്പൂൺ വെച്ചിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചോറ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാല ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഇളക്കിയെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കളർ, അതായത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ ചോറിന്, മസാല കളറായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അരിയൊന്നും ഉടയാത്ത രീതിയിൽ. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ഗ്രീൻ കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായി മുറിച്ച് അതോടെ ഇട്ട് കൊടുത്തിട്ട് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ 65 ഏത് വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഒരു ടൊമാറ്റോ സോസി ചിക്കനാണ്. ടൊമാറ്റോ സോസി ചിക്കൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ട് ഒന്നുകൂടെ കാണിക്കാം. അതിനായിട്ടൊരു 600 ഗ്രാം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോൺഫ്ലവർ ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലുണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മതി മൊത്തത്തിൽ. അതൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുപാടൊന്നും വേണ്ട. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 ചെറിയുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അവർ പേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള നീളത്തിൽ മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഉള്ളി വഴന്ന് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും ടൊമാറ്റോ ചിക്കൻ എന്ന് പറയുമ്പോൾ തക്കാളിയുടെ അളവ് കൂടുതലാണ്. കുറച്ച് തക്കാളി അരച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ തക്കാളി ഈ സമയത്ത് ചെറുതായി മുറിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. തക്കാളിയുടെ ആ ഒരു പച്ചമണോ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും ഈ ഒരു തക്കാളി അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. ഇപ്പോൾ അരച്ചൊഴിച്ചിട്ടുള്ള തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് കുറച്ചുകൂടെ നല്ലൊരു കളർ കിട്ടും. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചിട്ടുള്ള പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്കുള്ള സോസുകളൊക്കെ ചേർക്കുന്നത്. ഏകദേശം ഒരു ചില്ലി ചിക്കൻ പോലെയുള്ള ഒരു റെസിപ്പി തന്നെയാണ്. പക്ഷേ ഒരു ചില്ലി ചിക്കൻ നമ്മളൊരു നാടൻ രീതിയിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയിട്ട് ചെയ്യുന്നൊരു രീതി, അതാണ് നമ്മുടെ ഈ ഒരു ടൊമാറ്റോ സോസി ചിക്കൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് ഗോബി മഞ്ചൂരിയനോ പൊട്ടാറ്റോ മഞ്ചൂരിയനോ അല്ലെങ്കിൽ ചിക്കൻ ചില്ലി ഏത് വേണമെങ്കിലും സെർവ് ചെയ്യട്ടെ, എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാനിത് ഇതിൻ്റെ കൂടെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില, ഒരു ഇത്തിരി പുതിനയിലയും ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ മതി. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 മിനിറ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് റെഡി ആയിക്കോളും. കാരണം ഒരുപാട് കുക്ക് ചെയ്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് നന്നായി മിക്സായി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലോർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കണ്ട, വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ കറക്റ്റ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. നന്നായിട്ട് കോൺഫ്ലോർ വെന്ത് കിട്ടണം.
ഈ കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീ കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കുറുകി വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു 3-4 മിനിറ്റ് വളരെ ചെറിയ തീയിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് റെഡി ആയിട്ട് വരട്ടെ. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇതുപോലെയായിട്ട് നല്ല കളറൊക്കെ തെളിഞ്ഞ് നമ്മളതിൽ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഈ ഒരു പരുവാവണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി കിട്ടില്ല. ആ ഒരു ചെറിയ തീയിൽ ഇരുന്നിട്ട് അങ്ങനെ കറക്റ്റ് കുക്കായി വന്നാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ഗ്രേവി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രേവിയുള്ള ഒരു കറിയല്ല, എന്നാൽ തീരെ ഭയങ്കര ഡ്രൈയും അല്ല. ചില്ലി ചിക്കനേക്കാളൊക്കെ കുറച്ചുകൂടി ഒരു ഗ്രേവി കൂടുതലുണ്ടാവും. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ കറി സെർവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള മസാല ഫ്രൈഡ് റൈസും ഗ്രേവിയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി ബിരിയാണി ഹട്ടിൽ നിന്നൊക്കെ മസാല ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെറിയൊരു ക്യാബേജൊക്കെ വെച്ചിട്ടുള്ളൊരു പ്ലേറ്റ് കാണലുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ചൊരു സ്പ്രിംഗ് ഓനിയൻ ഗ്രീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി ചില്ലി വിനീഗറോ എന്തെങ്കിലും സോസോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സൈഡിൽ വെക്കാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പപ്പടം പൊരിച്ചതൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പപ്പടം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. ശരിക്കും ഈ ഒരു മസാല ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും നമ്മൾ സാധാരണ വൈറ്റ് കളറിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പുതുമയ്ക്ക് നല്ല ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ആ ഒരു ടൊമാറ്റോ ചിക്കനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്